രണ്ടുപേരും ഇന്ന് പൊറുപൊറുക്കണ്ട. ഇല്ല അമ്മ ഒന്ന് വിടമ്മ. ഇല്ല, അങ്ങനെ ഇപ്പൊ തോട്ടി പോയി ചാടണ്ട. മുട്ടിന്റെ അത്ര വെള്ളമല്ലേ ഉള്ളൂ. മുട്ടിന്റെ അത്രയും വെള്ളമാണെങ്കിൽ നിനക്കൊക്കെ നീന്താൻ അറിയാവോ? അറിയാവോ? മുട്ടിന്റെ അത്രയും വെള്ളം മതി നീക്കം മുങ്ങിത്താഴും പോവാൻ. അല്ല, എന്റെ കൂടെ ഏതോ ആദ്യത്തിനും പോടെ ഇറക്കാൻ നീ. ഏതോ ആദ്യത്തിനൊക്കെ അവിടെ നിന്ന് കളിക്കട്ടെ. ഓ വന്നേക്കുന്നു. ഒന്ന് വിടമ്മ. നിങ്ങക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവാത്ത? ഒന്നാമത്തെ ഈ തിളച്ച വെയില്. വേറൊരു സാധനം കണ്ടിട്ടുണ്ടോ ഇപ്പൊ? വാർത്തയിൽ എന്താ ഈ ഫോണിൽ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നാ മാത്രം മതി. ഒരു വര വന്നിട്ടുണ്ട്, ഒരു വര. അതിങ്ങനെ മൂക്കിക്കൂടി വയലൂടൊക്കെ കയറി പോയിട്ട് തലച്ചോറ് തിന്നു കളയും. എത്ര പിള്ളേരെ മരിച്ചേക്കണെന്ന് അറിയാമോ ഈ വെള്ളത്തില്, ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ കളിക്കാൻ പോയിട്ട്? കള്ളം. എടാ അല്ലടാ, സത്യമാ പറഞ്ഞത്. അല്ല, എന്നെ വിരണം. നിന്നെ വിറണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിടാനൊന്നും പറ്റില്ല. പോയി നീ പോയിക്കേടാ. നീ എന്തോ അമ്മ, ഒരു ദിവസമെങ്കിലും നമ്മളെ വിട്ടിട്ടുണ്ടാ? ഇപ്പൊ വിടാതിരുന്നിട്ട് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഈ വെക്കേഷൻ ഒന്ന് കഴിഞ്ഞാ മതിയായിരുന്നു. മന്ത്രിയായിരുന്നെങ്കിൽ വെക്കേഷൻ അങ്ങ് നിർത്തിക്കളയായിരുന്നു. ഞാൻ പഠിത്തം നിർത്തും. ഒരു മെമ്പറായ എന്താ പത്രാസ്, അപ്പൊ ഒരു മന്ത്രിയായ എന്തിനായിരിക്കും? ഇവനാള് കൊള്ളാലോ. അവൻ ഭൂമിന്ന് പൊങ്ങിയിട്ടില്ലല്ലോ. അവൻ നിർത്തിക്കോ. ഞാനേ പാവം തോന്നിട്ട് രണ്ടുപേരും കൂടി റൊണാൾഡോ മാമ വരുമ്പോ വിടാന്ന് വിചാരിച്ചിരുന്നതാ തോട്ടില്. ഇനി പോണ്ട. അയ്യോ, ഞാനൊരു തമാശ. പിന്നെ തമാശയൊന്നുമല്ല. ഓ അമ്പടാ, സോപ്പ് ഇടാൻ വേണ്ടി വന്നേക്ക് വന്നിട്ട്. ഇതാണ് അവന്റെ ഉള്ളിലിരിപ്പ്. രാവിലെ അടി തുടങ്ങിയോ? ഇവരാന്നോരാ മച്ചമ്പില്ലേ? മച്ചമ്പി രാവിലെ ആരെയോ കാണണോന്ന് പറഞ്ഞ കൊല്ലത്തിന് പോയല്ലോ. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്നാ, സൂക്ഷിച്ചോ. അത് തങ്കം സൂക്ഷിക്കേണ്ട കാര്യമില്ല, റോസ്മേരി സൂക്ഷിച്ചാ മതി. അല്ല, നീ ഇല്ലം കണ്ടിട്ട് അവിടുന്ന് പോന്നിട്ടും കൊറേ ആയല്ലോ. റൊണാൾഡോമ്മ, നമ്മളെ തോട്ടിൽ ചാടിപ്പിക്കാൻ കൊണ്ടുപോകും. തൊട്ടിലൊക്കെ കെട്ടി ചാടി കളിക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ? ഞാൻ റൊണാൾഡോ വളർന്നില്ലേ മോനെ? തൊട്ടിലല്ല, തോട്ടില്. മറ്റേ സ്വിമ്മിംഗ് പൂൾ പോലത്തെ തോട്. അവിടെ നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്നു. ഈ ശരീരം മൊത്തത്തിൽ മേനിയൊക്കെ നനഞ്ഞു വരാൻ മാത്രമുള്ള വെള്ളം തോട്ടിലില്ല. പറ്റുവാണെങ്കിൽ ഒന്ന് കൊണ്ടോടെ ഇറക്കാം. രാവിലെ മുയില് സൂര്യൻ തന്നിട്ടില്ല. സൗകര്യം വന്നിട്ട് ഇന്നലെ രാത്രി ഒരു സൗകര്യവും ഇല്ലാതെ 2 വണ്ടി പണിഞ്ഞ് തീർത്തിട്ട് അങ്ങോട്ട് വരുന്നത്. മനുഷ്യനെ കിടന്ന് ഉറങ്ങണം. ഉറക്കം കഴിഞ്ഞിട്ട് പോവാം. മതി. റൊണാൾഡോ ഉറങ്ങിക്കഴിഞ്ഞാ പിന്നെ എണീക്കത്ത പോലും ഇല്ല. അഴുന്നകത്തില്ലേ? എന്ത് ചത്തു പോകുന്നു? കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ മനുഷ്യർക്ക് വിവരമില്ല, പിന്നെ വിളിച്ചോണ്ടിരിക്കും. ഒരു ഗ്രാമസഭ തുടങ്ങിയിട്ട് മനുഷ്യന് സമാധാനമില്ല. ഇത് നോക്കിയേ നീ, വേണ്ട എല്ലാവർക്കും കക്കൂസും വീട് മെയിൻ്റനൻസ്, ആട് കോഴി എല്ലാം വേണം. വേണം. ഇതിന്റെ ഇടയ്ക്ക് പാർട്ടിക്കാർക്ക് ഒപ്പിച്ചു കൊടുക്കണം. അതിന്റെ ഇടയിൽ നിന്ന് ഒറ്റ പൊന്നോ ആവണ്ടായിരുന്നു മെമ്പർ. പിന്നെ ഇതിപ്പോ ഞാൻ ഫോൺ എടുക്കാത്തോണ്ട് ഇനിയിപ്പൊ ഇങ്ങോട്ട് അന്വേഷിച്ചു വരും. അന്വേഷിച്ച് വരുമ്പോ ഞാനിവിടെ ഇല്ല. ആര് വന്നാലും പറയണേ ഞാൻ കൊല്ലത്ത് പോയി എന്ന് പറയണം. എനിക്ക് വയ്യ. ഒരു ദിവസമെങ്കിലും സമാധാനമായിട്ടിരിക്കട്ടെ. ഞാനൊരു 1 മണിക്കൂർ കിടന്ന് ഒരു ചെറിയൊരു കുട്ടി ഉറക്കം ഉറക്കിട്ട് മുത്തോട്ട് പോകും. എങ്കിൽ പിന്നെ ഞാൻ ഒന്ന് കക്കൂസി പോയിട്ട് വരട്ടെ. ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങല്ലേ? ബെഡ്റൂം അല്ല, കക്കൂസ്. കക്കൂസിൽ ഉറങ്ങും. അയ്യോ അമ്മേ. എന്തു പറയുന്നു? ചേച്ചിയുടെ ഡാൻസ് ഒക്കെ കണ്ടു കേട്ടോ, സൂപ്പർ ആയിരുന്നു. നല്ലല്ലായിരുന്നു? അമ്മ എന്തേ മോനെ? അമ്മ ഇവിടെ ഇല്ലല്ലോ ആന്റി. ഇല്ലേ? അമ്മയെ കണ്ടൊരു ആവശ്യമുണ്ടോ? ശരി, എങ്കിൽ ഞാൻ വിളിക്കാം. ടീച്ചറാ? സാറേ, എന്തുണ്ട്? ഞാനേ തങ്കത്തിനെ അന്വേഷിച്ച് വന്നായിരുന്നു, പക്ഷെ ഇല്ലെന്ന് പറഞ്ഞു മോനെ. അപ്പൊ പിന്നെ ഞാൻ വെച്ചാ ഫോണിൽ വിളിക്കാം. തങ്കം ഉണ്ടായിരുന്നല്ലോ അവിടെ? ഇവിടെ ഇല്ലല്ലോ. ഇല്ല മോനെ, തങ്കം ഉണ്ടോ ഇവിടെ? ഞാൻ തങ്കം, തങ്കം ഇങ്ങ് വന്നേ. ഇച്ചിരി നേരം ഒന്ന് കിടക്കാന്ന് വിചാരിച്ച അപ്പൊ കങ്കം പറഞ്ഞു. അയ്യോ ടീച്ചർ, തങ്കം ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് മോൻ പറഞ്ഞു തങ്കം ഇവിടെ ഇല്ലെന്ന്. അയ്യോ
എന്ത് പാടാ പറഞ്ഞത്? അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എന്തിനാ മോൻ കള്ളം പറഞ്ഞേ? അതെന്താന്നോ, എന്റെ ടീച്ചറെ ഈ ഗ്രാമസഭ കഴിഞ്ഞ പിന്നെ എപ്പോഴും പ്രശ്നമാണ്. എല്ലാവർക്കും മറ്റേ കോഴി വേണം, താറാവ് വേണം, വീട് മെയിൻ്റനൻസ് വേണം. ഞാൻ കുറെ പേര് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലേ. അപ്പൊ ഇനിയിപ്പോ അവരെന്തായാലും അന്വേഷിച്ച് വരും ആരെങ്കിലും ഒക്കെ. അപ്പൊ ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞ കാരണം പറഞ്ഞത്. അതിന് എന്തായാലും മോനെ കൊണ്ട് ഇങ്ങനെ ടീച്ചറിനോടാണ്. പറയിപ്പിക്കണ്ടായിരുന്നു കേട്ടോ കള്ളത്തിന്. അയ്യോ ഇവനിങ്ങനെ പറയുന്ന ആരറിഞ്ഞു? ഞാൻ റൊണാൾഡിനോട് പറഞ്ഞതാ. ശരി. ടീച്ചർ വാ, വരാം. വാ. എന്തിനാടാ അങ്ങനെ പറഞ്ഞത്? ഇരിക്കെ. കളി തന്നെ കളി. ആ കാണാനുണ്ട്. മണ്ണൊക്കെ പോയി നീളം വെച്ചതേ ഉള്ളൂ. സുഖല്ലേ ടീച്ചർ? ആ സുഖാടാ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ആ പിന്നെ എന്താ ടീച്ചറെ വിശേഷം? ആ വിശേഷമൊക്കെ പറയാം. നമ്മുടെ ജോലിയുടെ കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടിലായി കേട്ടോ. അയ്യോ പ്രശ്നമാകുമെന്ന് തോന്നുന്നു. എന്താ? അംഗൻവാടിയിൽ പിള്ളേരില്ല. ഓ പിള്ളേർ കുറവാണ്. നമ്മളിപ്പോ ഓഫീസിൽ ചോദിച്ചപ്പോഴേ സൂപ്രണ്ട് പറയുന്നത് പിന്നെ എവിടെയാണോ പിള്ളേർ തോനെയുള്ള അവിടെ പോയി ജോലി ചെയ്യണമെന്ന്. അമ്മ വയ്യാതിരിക്കുന്ന സാഹചര്യത്തിലേ നമുക്കതൊരു ബുദ്ധിമുട്ടല്ലേ. ശരിയാ. ദൂരെയൊക്കെയാ കിട്ടുന്നെങ്കിൽ പിന്നെ അത് പാടാവല്ലേ അല്ലേ? ഇതെന്താന്നറിയോ ടീച്ചറെ, ആൾക്കാർക്ക് ഈ പിള്ളേരെയും കൊണ്ട് ഈ രാവിലെ പണിയുടെ ഇടയ്ക്ക് കൊണ്ടുവന്ന് അംഗൻവാടി കൊണ്ടുവന്ന് ആക്കണ്ടേ. അതെ. ഈ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞ നഴ്സറിയിലാണെങ്കിൽ വണ്ടി വരുമല്ലോ, അവിടെയൊക്കെ മറ്റേ ഇതിന്റെ വണ്ടി ഉണ്ടല്ലോ, സ്കൂൾ വണ്ടിയോ ഓട്ടോയോ അങ്ങനെയൊക്കെ ഉണ്ടാവണം. നമ്മുടെ ഈ പഞ്ചായത്തില് 11ാം വാർഡിൽ അംഗൻവാടി ടീച്ചർ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ അവരുടെ അംഗൻവാടിയിൽ ഓട്ടോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ കുട്ടികൾ കിട്ടും. അപ്പൊ അതിന്റെ പൈസ മെമ്പറും പിന്നെ കുറച്ച് പേരൻസും എല്ലാം കൂടെ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമുക്കൂടെ ചെയ്യാൻ പറ്റിയാലേ ഒരു വിഹിതം ഞാനും ഇടാം. ഓ മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് സംസാരിക്കാം. ആ അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തങ്കവും കൂടെ എന്റെ കൂടെ ഒന്ന് വന്നു കഴിഞ്ഞാല് ഞാൻ വെള്ളം എടുക്കട്ടെ. വർത്താനം പറഞ്ഞിരുന്നത് എന്തുകൊണ്ട്? ഇപ്പൊ വെക്കേഷൻ അല്ലേ, കളിക്കാനൊക്കെ പോയോ? മുത്തു ചേച്ചിയൊക്കെ വന്നോ? വന്നായിരുന്നു. ആണോ? പിന്നെ പോയി. എന്നിട്ട് എങ്ങനെയുണ്ട് ചേച്ചി? സുഖമായിട്ടൊക്കെ ഇരിക്കാണോ? വിളിക്കാറുണ്ടോ? അത് ശരി. ആ എന്നാ ടീച്ചറെ വെള്ളം എടുത്തോടെ. എന്നാ മോന് വേണോ? എന്നാ കുടിച്ചു. ഇത് പിള്ളേരില്ലാത്ത കാരണമേ ഭയങ്കര. അതിപ്പോ ടീച്ചർ പറഞ്ഞ പോലെ ഞാനും കൂടി വരാം. അമ്മയ്ക്ക് ഈ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഒരു ദിവസം തങ്കം എൻ്റെ കൂടെ ഒന്ന് വന്നേ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കണ 2-3 പേരുണ്ട്, അവരോടൊക്കെ സംസാരിക്കാൻ കാര്യമായിട്ട്. അംഗൻവാടിയൊക്കെ ഒരു നാടിന് ആവശ്യമുള്ളതല്ലേ, അത് നിർത്തി പോവാന്ന് പറഞ്ഞ. പിന്നെ ഡോക്ടർ ആവണ്ടേ നമുക്ക് ചേച്ചിയെ പോലെ? നന്നായിട്ട് പഠിക്കണം കേട്ടോ. അതുപോലെ അമ്മ എന്തേലും കള്ളത്തരം പറയാൻ പറഞ്ഞാലേ അവൻ പറയരുത് കേട്ടോ. നമ്മൾ കുഞ്ഞുങ്ങൾ അങ്ങനെ കള്ളം പറയാൻ പാടില്ല. എന്ത് പറ്റിയായിരുന്നു? എന്റെ പൊൻ ടീച്ചറെ സോറി. അതെന്താന്ന് വെച്ചാൽ ഇവനോടല്ല പറഞ്ഞത്. നിങ്ങൾ ഈ തോട്ടി വിടുവോന്നും പറഞ്ഞ് തലവേദന, അതിന്റെ തലവേദന ഈ ഗ്രാമസഭയിൽ നിന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ റൊണാൾഡിനോട് പറഞ്ഞത്. അത് ഇവൻ അതിന് മറുപടി പറയുമെന്ന് ഞാൻ അവനറിയത്തില്ലല്ലോ. ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. കുടിക്ക് ടീച്ചറെ, വെള്ളം കുടി. വെള്ളം കുടിച്ചോ തങ്കം? കുടിച്ചോ? ഒരു ഗ്ലാസ് കുടിച്ചേ ഉള്ളൂ. ആദ്യമേ നാരങ്ങ വെള്ളം വേണം, ചൂടല്ലേ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം പിഴിഞ്ഞ് തണുപ്പിക്കാൻ. ക്ലീറ്റോസാന്റെ വി ഹെൽപ്പ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായി പോണ്. മതിയോ? മതി. മതിയോ? ഞാനും ഇപ്പൊ അപ്പുറത്ത് വെള്ളം കുടിച്ചിട്ടായിക്കോട്ടെ. ഇറങ്ങട്ടെങ്കിലേ. ഇപ്പൊ പറഞ്ഞത് തങ്കം മറക്കല്ലേ? ഇല്ല പോകാം. ഞാൻ ഇട്ടോളൂ. ശരിയടാ. ടാറ്റാ. കാര്യം നീ എന്തിനോടെ പറയാൻ നിൽക്കുന്നത്? നിന്നോടാണോ ഞാൻ പറഞ്ഞത്? ആ ടീച്ചർ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും എന്നെ പറ്റി? അല്ലെങ്കിൽ അവനെ വായിക്കാത്ത നാക്കില്ല. അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, അത് നീയല്ലേ തീരുമാനിക്കുന്നത്. അമ്മ പിന്നെ ഞങ്ങളുടെ വിളിക്കുവന്ന് തോട്ടി പോയി വിളിക്ക്. ഞാൻ വിളിച്ച എണീക്കോ? ഞാൻ വിളിച്ചെഴുന്നേക്കോ? ഒരു കാര്യം ചെയ്, ആ പലാരത്തിന്റെ ടിന്നെടുത്തിട്ടേ അവന്റെ മൂക്കിന്റെ താഴെ കൊണ്ടുവന്ന് തുറക്കപ്പ അവൻ എഴുന്നേറ്റോളൂ. എന്താടാ? എന്ത് പണിയാ കളിച്ചത്? എന്തേ? നീ കൊച്ചിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചെന്തിനാ? കൊച്ചിനെ കൊണ്ട് ഞാൻ കള്ളം പറയിപ്പിച്ചോന്ന് പോയേടർക്കാനേ. പിന്നെ ആ ടീച്ചർ പറഞ്ഞ കേട്ടില്ലേ നീ?
എടാ അത് ഞാൻ പറഞ്ഞതാ, ഇവനോട് പറഞ്ഞതല്ല. നീ ചെറുക്കന ഒരു കാര്യമില്ലാതെ ഞാൻ റൊണാൾഡിനോട് പറഞ്ഞതാ. അത് കേട്ടിട്ട് അതുപോലെ തന്നെ ചെന്നങ്ങ് മൊഴിഞ്ഞേക്കുന്നു. ആരോട് പറഞ്ഞാലും ചീത്തപ്പേര് പാർക്കൊന്ന്. ഓ എന്ത് ചീത്തപ്പേര്? കൊച്ചിനല്ലേ വന്നത്? പിന്നെ ചീത്തപ്പേര് ഒരു കുഞ്ഞു നുണ പറഞ്ഞ ചീത്ത. എന്തുവാണ് നീ പറയണത്? പിന്നെ നമ്മൾ വീട്ടിൽ പറയുന്ന ഓരോ കാര്യം കേട്ടാണ് മക്കള് വളരുന്നത്. മക്കളെ ഞാനൊരു കാര്യം പറയാം, ഇനി ആരെന്ത് പറഞ്ഞാലും കള്ളമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പറയരുത്. എന്റെ കൊച്ചങ്ങനെ നുണയൊന്നും പറയില്ല. നിങ്ങളിവിടെ ഈ പറഞ്ഞ കണക്ക് നിങ്ങളെ കണ്ടല്ലേ വളരുന്നത്. രണ്ടുപേരും കണക്ക് തന്നെ. എന്ത് രണ്ടുപേരും കണക്ക്? അവനാണ് നാക്കെടുത്താക്കളെ പറയുള്ളൂ. നീ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയല്ലോ. ഞാൻ ഒരു നുണയും പറഞ്ഞില്ല. അത് അന്നേരത്തെ അവസ്ഥ കൊണ്ട് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. നീ ഒരു ഹരിചന്ദ്രൻ ഉണ്ടല്ലോ ഇവിടെ, അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞിരിക്കും. അത് ഞങ്ങളുടെ മക്കൾക്കും അറിയാം. എടി ഞാൻ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്ത് പറഞ്ഞാലും ഇന്ന് അവനെ കൊണ്ട് നമ്മളൊരു കള്ളം പറയിപ്പിച്ചു. ഇത് കുട്ടിക്കൊരു പ്രോത്സാഹനമാണ്. അവൻ നാളെ അവന്റെ ഒരു കാര്യത്തിനൊരു കള്ളം പറയും, അവൻ ഒരു കള്ളം ചെയ്യും. അന്നേരം പിന്നെ പരിതപിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും കാര്യങ്ങൾ സ്നേഹത്തോടെ പറയുമ്പോ അത് മനസ്സിലാക്കണം, അത് മനസ്സിലാക്കി പെരുമാറണം. അല്ല നീ അവനെ ചാടിക്കയറാനല്ലോ. ഇവൻ മാത്രല്ലോ, മുത്തുണ്ടല്ലോ, അവളെ ഞാനല്ലേ വളർത്തിയത്. അവള് കള്ളം പറയണത് നീ കേട്ടിട്ടുണ്ടോ? ഒരു കാര്യം പറയുമ്പോ ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം. ഇല്ല അർത്ഥത്തിൽ മനസ്സിലാക്കണില്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിക്കും. ഞങ്ങൾ എങ്ങനെയാണ് ജീവിച്ചോളാം, ഇതാണ് ഇതിന്റെ കുഴപ്പം. ഒരു കാര്യം പറയുമ്പോ അതിന്റെ രീതി മനസ്സിലാക്കണം. അല്ല അർത്ഥം മുറിച്ച് പറയാം, അത് നിനക്ക് പിടിക്കാണ് ഞാനത്. മിടിക്കാണെങ്കിൽ കണക്കായി. ഒരു സ്നേഹത്തോട് പറയുമ്പോ ആ ബന്ധം മനസ്സിലാക്കണം. ആരാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞത്, എങ്ങനെയാണ് പറഞ്ഞത്. മതിയായല്ലോ, നിനക്ക് മതിയായല്ലോ ഇപ്പൊ. മക്കള് പറയല്ലോ നീ. പിന്നെ മക്കള് പറയാം. എന്നിട്ടും ചുമ്മാ ഇരുന്നങ്ങ് വഴക്ക് പറയാൻ വേണ്ടി വരികയാണ്. നിങ്ങൾ ആരും ഒന്നും പറയാം. നിങ്ങളുടെ പോലീസുകാരെ വായെടുത്താണേ പറയുള്ളൂ. അപ്പൊ അതോ കള്ളം തെളിയിക്കുന്നവരാണ് ഞങ്ങള്. പിന്നെ കള്ളം തെളിയിച്ച് എന്തെങ്കിലും മുട്ടാപ്പോയ്ക്ക് ന്യായം പറഞ്ഞ് ജയിച്ച് ട്രോഫി എടുത്തോ നീ. അയ്യോ എനിക്ക് ട്രോഫി ഒന്നും വേണ്ട, അത് പോലീസുകാരെടുത്തോ. ഹരിചന്ദ്രൻ നോണ പറയാത്ത ആളല്ലേ, പെങ്ങള് തന്നാന്ന് പറയാം എല്ലാവരോടും. എന്താ നിനക്കൊരു കുഴപ്പമുണ്ട്, നീ ആരോടാണ് സംസാരിക്കുന്നത് എനിക്ക് അറിയില്ല. സ്നേഹബന്ധങ്ങൾക്ക് ഒരു അല്പം പോലെ വില കൽപ്പിക്കുന്ന ആളാണ് നീ. പണ്ടും ഇനി എന്നെ പറഞ്ഞു മനസ്സിലാക്കി പെരുമാറണം. മനസ്സില്ല എനിക്ക് മനസ്സിലാക്കാൻ. പൊട്ടത്തോട്ടം കൊണ്ട് എണി വെച്ച് കയറുവാണ്. ഇപ്പൊ എന്താ ഇതിന് കാര്യം ഉണ്ടായത്? നിനക്ക് മതിയായല്ലോ. ഇനി വലിയ ആൾക്കാര് വർത്തമാനം പറയുമ്പോഴത്തേനും ചെവിയും കുറിപ്പിച്ച് അത് കേൾക്കാൻ വേണ്ടി വന്ന് നിന്നിട്ടുണ്ട് ഞാൻ. എന്തൊരു കഷ്ടമാ നോക്കണേ. അങ്ങാടി തോറ്റ അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞ പോലത്തെ സ്വഭാവമായി ചേച്ചിയുടെ. ഇന്ന് ആ പെൺപുലിയിലെ സുമയില്ലേ, അതിന്റെ പെരവാസ്തോലിയ. അവിടെ ചേച്ചി വരേണ്ടതല്ലേ, ചേച്ചി വരാന്ന് പറഞ്ഞതാ. എന്നിട്ട് ഇപ്പൊ പറയാ വരുന്നില്ലെന്ന്. കാര്യം എന്താന്ന് ചേട്ടൻ അറിയാൻ പാടില്ല. ഏട്ടനോട് വഴക്ക് പിടിച്ചിട്ടല്ലേ. എന്നാ തക്കുടൂനെങ്കിലും വിടുന്ന് പറഞ്ഞിട്ട് അതും കേൾക്കുന്നില്ല. ചേട്ടൻ എന്താ പ്രശ്നം? അത് അവളുടെ പണ്ടേയുള്ള കുഴപ്പമാണ്. എന്തെങ്കിലും പറഞ്ഞാൽ ചാടിത്തുള്ളി കയറി വരും, ഒന്ന് പറയാണ്ട് ദേഷ്യപ്പെടും. അയ്യോ ഒട്ടും ദേഷ്യപ്പെടാത്ത ഒരാള്. നിങ്ങൾ രണ്ടുപേരും കണക്കാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടും. ഇതിന്റെ ഇടയിൽ കിടന്ന് വലയാണ് ഞാനും. ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടേ? ദേഷ്യമില്ലാത്തൊരാള്. അല്ല ഇപ്പൊ എന്താ സംഭവം? സംഭവം എന്തുവാ? ഏട്ടനോട്ടല്ലേ വഴക്ക് പിടിച്ചത്? എന്തോ സംഭവം? എടി വഴക്കൊന്നും അല്ല, ഞാൻ കാര്യം പറയാൻ ചെന്നാണ്. ആ തക്കൂടിനെ കൊണ്ട് വെറുതെ കള്ളം പറയിപ്പിച്ചു. അത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞു, അത് ഇഷ്ടപ്പെട്ടില്ല. എന്ത് കള്ളം പറയിപ്പിച്ചു? അവനെ പഠിപ്പിച്ച അംഗൻവാടി ടീച്ചർ വന്നപ്പോ അമ്മ ഇവിടെ ഇല്ലെന്ന് പറയാൻ പറഞ്ഞു. എന്ന് പറഞ്ഞു. അപ്പോഴത്തെ അങ്കവിടെ ഉണ്ടായിരുന്നല്ലോ. അതിന് അപ്പൊ കള്ളം പറഞ്ഞല്ലേ? അതാണ് ഇത്ര വലിയ കാര്യം. പിന്നെ കാര്യം കൊച്ചുങ്ങളെ കൊണ്ട് കള്ളം പറയിപ്പിക്കണം എന്തിനാണ്? എന്റെ ഇങ്ങനെയൊക്കെ ഏട്ടൻ പറയിപ്പിക്കാറില്ലേ? ഞാൻ അങ്ങനെയൊക്കെ പറയിപ്പിക്കാറുണ്ട് പിള്ളേരെ കൊണ്ട്. നമ്മളൊക്കെ അതേപോലെ അല്ല. ആലോചിക്കണം, ആ ടീച്ചർ മുമ്പ് ആ കൊച്ചെന്തായ അവസ്ഥ. ഇതൊക്കെ മോശമാണ്. ഞാനത് വളരെ സ്നേഹത്തോടെ ചെന്ന് പറഞ്ഞു, ഞാൻ പേടി അത് പറഞ്ഞ മോശമായി പോയില്ലേ. നീ വലിയ സത്യചന്ദ്രൻ, നീ വലിയ ഹരിചന്ദ്രൻ എന്ന് പറയാൻ തുടങ്ങുക. ചേച്ചി അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഏട്ടനും ഇങ്ങനെ ചാടി ചാടി കടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചേച്ചി അങ്ങനെ പറഞ്ഞത്. ഇതൊന്നും ഇത്ര വലിയ സംഭവമൊന്നുമല്ല എന്റെ പൊന്നെ. അങ്ങനല്ല, ആ ടീച്ചർ പറഞ്ഞപ്പോ ഞാൻ നിൽക്കണം അവിടെ. അയ്യോ എന്തിനാ കള്ളം, കൊച്ചുങ്ങളെ കൊണ്ട് കള്ളം പറയിപ്പിക്കൽ ടീച്ചറോട് പറയാണ്. പിന്നെ അതുകൂടെ കയറി ഞാൻ പോയി സമ്മതിച്ചു കൊടുക്കണം. അപ്പൊ കൊച്ചിന് മുമ്പെങ്കിലും ഒന്നും പറയണ്ടേ നമ്മള്. അപ്പൊ ഞാൻ ചെന്ന് മോൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ ഇനി അമ്മ എന്ത് പറഞ്ഞാലും ശരി തന്നെ, നിനക്ക് സത്യം തോന്നുന്ന മാത്രമാണ് പറയാവെന്ന് പറഞ്ഞു. അതിലേ വേണ്ട കുട്ടികൾ, അങ്ങനെ വേണം കുട്ടികളെ പഠിപ്പിക്കുക.
കണ്ണടങ്ങളെ കേക്ക് ആ എന്തിരി കഴിക്കാൻ ആ കേക്കൊക്കെ തരാം, പക്ഷെ നമ്മളുടെ കൂടെ വരണം. എവിടെ? ഇന്ന് രാവിലെ പറഞ്ഞില്ലാന്നോ തോട്ടി വരാൻ? ആ നിങ്ങൾ പറഞ്ഞ തോടിന്റെ കാര്യം. ഞാൻ എന്റെ രണ്ടൂന്ന് കൂട്ടുകാരെ വിളിച്ച് അന്വേഷിച്ചായിരുന്നു. ആ തോട്ടിലെ വെള്ളം എന്ന് പറഞ്ഞാൽ മൊത്തം അഴുക്ക വെള്ളം. അവിടെ പോയി കുളിച്ചിട്ടുണ്ട്, ദേഹം മൊത്തവും ചൊറി വരും. അപ്പൊ ഇപ്പൊ നിങ്ങൾ പോയി കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൊറിയാം. അതുപോലല്ല എന്റെ കാര്യം. എന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എന്റെ കയ്യെത്തത്തില്ല. ഒന്ന് ചൊറി സഹായിക്കാൻ എനിക്ക് റോസ്മേരി ഇല്ല. അതുകൊണ്ട് കുളിക്കുന്ന കാര്യം വിട്ടേരും. ഇന്നലെയും കൂടി എന്റെ കൂട്ടുകാരൻ പോയി കുളിച്ചതേ ഉള്ളൂ. അപ്പൊ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല, അവന് ചൊറിയും വന്നിട്ടില്ല. നമ്മള് നിങ്ങൾ രണ്ടുകൂടെ എന്റെ കൂട്ടുകാരോട് അങ്ങ് പോയാൽ പോരെ? ബെസ്റ്റ്. അമ്മ ഇപ്പൊ വിടും. ഇപ്പൊ തോട്ടിൽ പോയി കുളിക്കണം. അത് ഈ ഒരു പീസ് കേക്കിനകത്ത് നിക്കത്തില്ല. അത് ചെലവുള്ള പരിപാടിയാണ്. ചെലവുള്ള പരിപാടി എന്നാ കേക്കും ഉണ്ട്, കൊറേ കേക്കുണ്ട്. ഇത് മൊത്തം കാലി. ഇതിനകത്ത് എന്താ ഉണ്ടോ ഇരിക്കുന്നത്? ഇത് ഈ ഒരു കേക്ക് കൊണ്ട് നിൽക്കുമെന്ന് തോന്നില്ല. നോക്കട്ടെ. വേറെ നിങ്ങളെ വീട്ടിൽ ഇരിപ്പില്ലേ? ഇല്ല. ഫോണടിക്കുന്നില്ല. സാൾട്ടസ് പറ സാൾട്ടസേ, ഞാൻ വീട്ടിലുണ്ട്. 50 കിലോ നാളെ പോയ പോലെ. ഇന്ന് വേണോ? എങ്കിൽ ഞാൻ പോയി എടുക്കാം. ഓ ശരി. ലൊക്കേഷൻ ഇട്ടേരെ. ആ ശരി. അയ്യോ, സാൾട്ടസ് എന്തിനാ വിളിച്ചേ? അമ്പലമുക്കിലേ സാറിന്റെ വണ്ടി അവിടെ കേടായിരിക്കുന്നു. അപ്പൊ അത് പോയി എടുത്തോണ്ട് വർഷോപ്പിൽ കൊടുക്കണം. മാറ, ഞാൻ പോട്ടെ. വണ്ടി എടുക്കാൻ പോണ്ടേ? നമുക്ക് തോട്ടിൽ പോയിട്ട് വരാം. തോട്ടിന് എനിക്കിപ്പോ വണ്ടി പോയി എടുക്കണം. അത് പണിഞ്ഞു കൊടുക്കണ്ട അത്യാവശ്യമായിട്ട് പെട്ടെന്ന്. കേക്ക് എന്നിട്ട് ഒരുമാതിരി ഊള പരിപാടി കാണിക്കില്ലേ? ഇത് 3 പീസ് ഉണ്ട്. ഇത് ഞാൻ വണ്ടിയിൽ നിന്ന് തിന്നും. തിന്നിട്ട് വന്നിട്ട് ആലോചിച്ചിട്ട് വർഷോപ്പിൽ വണ്ടി കൊണ്ട് കൊടുത്തിട്ട് നമ്മള് വൈകിട്ട് തോട്ടി പോകും. എടാ സെറ്റ് വൈകിട്ട് ഓക്കെ എന്ന് പറഞ്ഞില്ലയോ? എന്നാ ഈ കാലിപ്പാട്ട് എടുത്തോണ്ടു ഉറുമ്പരിച്ച് ഓക്കെ. പറ്റിക്കല്ലേ ഞാന് പറ്റിക്കാന്? അത് എന്റെ കുഞ്ഞുങ്ങളെ. അയ്യോ ഇല്ല, ചെല്ല്. പൂത്ത വേണ്ട. അത് പൂത്ത കേക്കാണ്. അല്ല. തോടാണല്ലോ. എപ്പോഴായാലും പോയാ പോരെ. ഇവനെ കഴിഞ്ഞ ആഴ്ച നമ്മള് പിടിച്ചെടുത്തല്ലേ? പിടിച്ചതാ കഴിഞ്ഞ ആഴ്ച. എടാ, ഈ ആഴ്ചയുടെ ആഴ്ച പെറ്റി അടയ്ക്കണ പൈസ കൊണ്ട് നിനക്കൊരു പുതിയ ബൈക്ക് എടുക്കാം. ഇതുകൊണ്ട് ഇന്നത്തെ ദിവസം മൊത്തം മുടിപ്പിക്കാൻ നിൽക്കരുത്. നേരെ ഹെൽമെറ്റ് എടുത്ത് വെച്ചോളാം പോയി. അവന്റെ സന്തോഷം കണ്ടില്ലേ? നാളെ തൊട്ട് കാണല്ലേ കേട്ടോ. ആ, ഒരുത്തൻ വരുന്നുണ്ടല്ലോ. ആ സാറിന് ചെന്ന് കാണും. അവിടെ ഓർക്ക് സ്റ്റാൻഡ് സാറിന് ചെന്ന്. ഈ വണ്ടി ഓടിക്കുമ്പോ ഹെൽമെറ്റ് വേണമെന്ന് പറഞ്ഞൂടെ? അറിയാം സാറേ, തൊട്ടപ്പുറത്താണ് സാറേ ഒരു കടയിൽ പോകാനായിട്ട് വന്നത്. അല്ല, എന്ത് തന്നെ ആണെങ്കിലും 2 വീലർ കയറിയാ ഹെൽമെറ്റ് വെക്കണം. സാർ ഒരിക്കലത്തേക്ക് ഒന്ന് ക്ഷമിക്കണം സാറേ. ഈ ഒരു പ്രാവശ്യം പെറ്റി അടച്ചാൽ പിന്നെ അടുത്ത പ്രാവശ്യം ഓർമ്മ വരും. അപ്പൊ അറിയാതെ ഹെൽമെറ്റ് തല വെച്ചോളൂ. സാർ തൊട്ടപ്പുറത്താണ് സാർ എന്റെ വീട്. എന്നാ തനി അങ്ങ് നടന്നു നോക്കിവിടായിരുന്നു. ലൈസൻസ് ഉണ്ടോ കയ്യില്? ലൈസൻസും ബുക്കും പേപ്പറും എല്ലാം ഉണ്ട് സാറേ. ഹെൽമെറ്റ് മാത്രമില്ല. ഇല്ല. ഇത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്, മനസ്സിലായില്ലേ? തേണ്ട പോകുന്നു സാറേ ഹെൽമെറ്റ് ഇല്ലാതെ ഒരു വ്യക്തി. അങ്ങേർക്ക് പെറ്റി അടിച്ചു കൊടുത്തൂടെ സാറേ? അവന്റെ പെറ്റി അവൻ വീട്ടിൽ ചെല്ലും. ഇതാണ്ടാ. അതെ.
പേരെന്താ? ചന്ദ്രനാണ്. ആ വീട്ടുപേര്? പട്ടിവിള വീട് ഇരുവയ്ക്കോണം മുള്ളുവളപ്പിയോ. എന്താ? പട്ടിവിള. പട്ടിവിള. ആ പട്ടിവിള ഇരുവയ്ക്കോണം മുള്ളുവളപ്പിയോ. ഒരു അപകടം സംഭവിക്കാനൊക്കെ അതെ സാർ. നിമിഷ നേരം മതി. അതെ സാറേ. കനക സാറേ, സാറിന്റെ അളിയൻ വരുന്നുണ്ട് ഹെൽമെറ്റ് ഇല്ലാതെ. സാറിന്റെ അടുത്തടിയല്ലേ? സാറിന്റെ അളിയനാണ്ട് പെറ്റിയൊന്നും വേണ്ടല്ലേ സാറേ. ചെല്ലേ, എല്ലാരെയും പിടിച്ചോണ്ടിരിക്കുക. ഞാൻ കൂടി കേട്ടോ. ഞാനേ ഒരു വണ്ടി പണിയാൻ വിളിച്ചത് എടുക്കാൻ വേണ്ടിട്ട് അപ്പുറത്തോടെ പോയ മച്ചമ്പി. ലില്ലിപ്പെണ്ണ് പെട്ടെന്ന് വിളിച്ചിട്ടെ പച്ചക്കറിയുടെ ഇത് സല്ലേ Yes, sir. പോട്ടെ. അടച്ചിട്ട് വയ്ക്കോ. 500 അടച്ചു. മച്ചമ്പി 500 കൊടുത്തിട്ട് പോ. ഇനി സാറിന് പറ്റി അടയ്ക്കാനല്ലോ. അടയ്ക്കും സാറേ. ഇതാ സാറേ. വന്നെടുത്ത് പോയിക്കോ. എന്ത് കൃതിയാ നോക്കണേ, പെറ്റി അടപ്പിച്ചവൻ. ആണ് 1-2 രൂപ അല്ല 500 രൂപ. ആ വണ്ടി ശരിയാക്കാൻ നാളെ സ്പെയർ മേടിക്കാൻ തന്ന പൈസ 500 രൂപയ്ക്ക്. ഞാൻ ആകെ 500-600 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഈ പൈസ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? അച്ചാച്ച സത്യമായിട്ട് എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഒന്നെങ്കിൽ ഏട്ടൻ അച്ചാച്ചനെ കണ്ടിട്ടുണ്ടാവത്തില്ല. എന്തോന്നാണ് ഈ പറയണത്? കണ്ട ഇങ്ങനെ ചെയ്യൂ ചെയ്ത കാര്യമല്ലേ ഈ പറയണത്? ഇല്ലിപ്പൺ എന്തോ ഈ പറയുന്നേ? ഹെൽമെറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ എനിക്ക് പെറ്റി എഴുതി തന്നത് മാത്രമല്ല, ഒരു വാണിംഗിൽ നിന്ന് തന്നെ അവിടെ നിന്ന് വിട്ടത്. അറിയാവോ? ഇത്ര ശരീരമുള്ള എന്നെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ എന്താ ഇവിടെ നിന്നിട്ട് എന്നോട് എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ? കുടുംബസ്നേഹം വേണം, ആളുകളെ മനസ്സിലാക്കാൻ പറ്റണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്കില്ലാത്ത കുറ്റം ഉണ്ടായിരുന്നില്ല. ആ ആളാണ് ഇപ്പൊ ഇങ്ങനെ കാണിച്ചത്. ഇതാണ് അവന്റെ കുടുംബസ്നേഹം, കൂടപ്പുറപ്പിനോടുള്ള സ്നേഹം. അങ്ങനെ അടുത്തേക്ക് അറിയോ? കഴിഞ്ഞ മാസം ഞാനൊരു ബൈക്ക് ശരിയാക്കിയിട്ട് ട്രയൽ റണ്ണിന് പോയപ്പോൾ ഇതേപോലെ പൂജപ്പുര സ്റ്റേഷനിൽ ചെക്കിങ്ങിന് എന്നെ പിടിച്ചു. അപ്പൊ അതിലൊരു പോലീസുകാരൻ തന്നെ അറിയാം. അയാൾ അവിടേക്ക് നെസ് എടുത്ത് പറഞ്ഞത് അവിടെ കനകനസയുടെ മച്ചമ്മ എന്ന് പറഞ്ഞത് അവര് വിട്ടു. ആ മര്യാദ പോലും മച്ചമ്മേന്റെ അടുത്ത് കാണിച്ചില്ല. നിന്റെ അടുത്ത് അപ്പൊ എന്നോടോ? ഞാൻ സ്വന്തം പെങ്ങളല്ലേ, എന്നോട് കാണിക്കുന്നുണ്ടോ? വാ എടുത്ത ചീത്ത പറയുള്ളൂ, വാ എടുത്ത. ചേച്ചിയുടെ നാക്ക് ശരി. പറഞ്ഞോടി എന്റെ നാക്ക് ശരിയല്ലാന്ന് തന്നെ പറഞ്ഞോ. ഒരു ചെറിയ കാര്യം ഉണ്ടായപ്പോ ഇവിടെ എന്തൊക്കെയാ കിടന്ന് കാണിച്ചിട്ട് പോയത്? നിനക്ക് അതിനകത്തൊന്നും പറയാനില്ലല്ലോ. എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഈ കാര്യത്തില് അച്ചാച്ചന്റെ ഭാഗത്ത് തെറ്റില്ലേ? തെറ്റ് എന്ത്? ടൂൾ ബോക്സ് എടുക്കുന്ന കൂട്ടത്തില് തലയിലൊരു ഹെൽമെറ്റും കൂടെ എടുത്ത് വെച്ചുകൂടെ? എടേ, ഹെൽമെറ്റ് വെച്ചില്ല, ശരി, തെറ്റ്. അത് തെറ്റല്ലേ? കനകൻ ഇവന്റെ ആരാ? അപ്പൊ അതൊന്ന് കണ്ണടച്ചു വിടാൻ പാടില്ലേ? അവനൊന്ന് വഴക്ക് പറഞ്ഞോട്ടെ. ഈ പൈസയും കൂടി എന്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കണ കാര്യം എന്താ? എന്തൊക്കെ പറഞ്ഞാലും അച്ചാച്ചന്റെ ഭാഗത്ത് തെറ്റുണ്ട്. നിനക്ക് സമാധാനമായല്ലോ? നിനക്ക് സമാധാനമായല്ലോ? എന്നെ അച്ചാച്ചൊന്ന് വിളിക്കരുതില്ലേ കനക? നീ പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയി. തങ്കഞ്ചേട്ടത്തേക്ക് അറിയാവോ? കൊച്ചുനാളെ ഇവക്ക് കുടിക്കാൻ ഇവിടെ അമ്മച്ചിയുടെ പാപ്പ വീട്ടിലെന്ന് പറഞ്ഞപ്പോ ഞാൻ കുടിക്കേണ്ട എന്റെ അമ്മച്ചിയുടെ അമ്മ ഞാൻ വലിച്ചു കുടിച്ച് വളർന്നോളല്ലേ നീ? പിന്നെ ഓർമ്മയില്ലാത്ത കാലത്തെ കാര്യമൊക്കെ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളർന്നില്ല. നീ എന്നിട്ട് ഇത് പറയാവോ? ആ വീടിന് വേണ്ടി എന്തോരോ കടകളിൽ, മെഡിക്കൽ സ്റ്റോറിൽ, അണ്ണാക്കിൽ, പുണ്ണക്കിൽ എവിടെല്ലാം ഞാൻ പോയിട്ടുണ്ട്. ഒരാളി എന്നെ മര്യാദ വെച്ചാൽ 500 വിട്ടൂടെ? സാരമില്ലടാ, സാരമില്ല. അങ്ങനെ അവൻ നിന്നെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചോദിക്കും. നീ ചേച്ചി പോയി ചോദിക്കാൻ നിന്ന് അടുത്ത വഴക്കുണ്ടാക്കി വെക്കരുത്. ഞാൻ ചോദിക്കും. എനിക്ക് അങ്ങനെ ഈ അനീതി അക്രമം കണ്ടാ ഞാൻ മിണ്ടാതിരിക്കും. അന്നേ പോയി ചോദിക്കും. ഞാൻ ചോദിക്കും. എപ്പോഴേ പോയി സ്റ്റേഷനിൽ പോയി ചോദിച്ചാൽ പാവം ആ മനുഷ്യനോട് എന്തൊക്കെയായിട്ട് കാണിക്കുന്നത്, ക്ലീറ്റോനോട്. ഞാൻ പിന്നെ ആങ്ങളെയല്ലേ, നമുക്ക് അങ്ങനെ തുറന്നടിച്ച് പറയാൻ പറ്റൂലല്ലോ എന്നുള്ളതുകൊണ്ട് മാത്രം മിണ്ടാത്ത എത്ര പ്രാവശ്യം എന്തെല്ലാം കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ക്ലീറ്റോ ഇവിടെ പോയിട്ടുണ്ട്. നിന്റെ ആങ്ങളെയല്ലേ? എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പരിചയമുള്ള ഒരാളല്ലേ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാൽ ഇന്ന് ഈ നിമിഷം വരെ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. പക്ഷെ ആങ്ങളെയാണ്, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാക്കിട്ട് കഴിഞ്ഞാൽ കനകമച്ചമ്മ പിന്നെ അത് തന്നെ അവിടെ വെച്ചിട്ട് ഒരു കോടി കൊണ്ട് ഒരു ചിരി പോലെ എനിക്ക് തന്നില്ല ലില്ലിപ്പള്ളേ. ചിരിക്കും കൊറേ മൂങ്ങനെ പോലെ ഇങ്ങനെ ഇരിക്കും. വരുന്നുണ്ടോ? റൊണാൾഡേ, ചെല്ലടാ ചോദിക്കാം. റൊണാൾഡേ, ഞാൻ ചോദിക്കട്ടെ, നിനക്കെന്താ ചേച്ചിയോടെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്.
അപ്പൊ പെറ്റി അടച്ചില്ലേ? പെറ്റിയൊക്കെ അടച്ച്. ഇനി ഞാൻ പെറ്റി അടച്ചതിന്റെ പേരിൽ അവന്റെ കാര്യങ്ങൾ മുടങ്ങണ്ടല്ലോ. പിന്നെ മേലാവർത്തിക്കരുത്. മനുഷ്യത്തില്ലാത്ത മനുഷ്യൻ.